നൂബിയയുടെ നൂബിയ പാഡ് 3D2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഇപ്പം ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതിൽ നമുക്ക് ഒരു 3D എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നൂബിയ പാഡ് 3D2 എന്ന ടാബിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 12.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 2.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2560x1600 ആണ്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു 3D ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ 3D നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു 3D എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 2D കണ്ടൻസ് 3Dയിലോട്ട് കൺവേർട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ടാബിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത്. അതുമാത്രമല്ല നല്ലൊരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 12 GB റാം വരെയും 256 GB ഇന്റേണൽ വരെയും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DTS-X അൾട്രയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP 2 സെൻസേഴ്സാണ് ടാബിൻ്റെ പിന്നിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും 2 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 MP 2 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 mAh ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 3D ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം MWCൽ ജസ്റ്റ് അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ, എവിടെയും ലോഞ്ച് ചെയ്തിട്ടില്ല. വിലയുടെ കാര്യവും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം വിലയുടെ കാര്യത്തിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ചിലപ്പം ഒരു 45,000 to 50,000 രൂപ പ്രൈസിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം നൂബിയ അവരുടെ ഗെയിമിംഗ് ഫോണുകൾ മാത്രമാണ് സാധാരണ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. ഈ ബാക്കി ഡിവൈസുകളും അതുപോലെ തന്നെ ടാബ്ലറ്റുകളൊന്നും അധികം ലോഞ്ച് ചെയ്യാറില്ല. അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ നൂബിയയുടെ പാഡ് 3D എന്നുള്ള ഒരു ടാബ്ലറ്റ് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. എന്തായാലും നൂബിയ പാഡ് 3D2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.